ചെറിയൊരു ന്യൂബോൺ ബേബിനെ കൊണ്ട് വീട്ടിൽ പോകുന്ന അമ്മമാർക്ക് ടെൻഷൻസ് ഉണ്ടാകും. അപ്പോൾ എന്തൊക്കെയാണ് റെഡ് ഫ്ലാഗ് സൈൻസ് അല്ലെങ്കിൽ അപകട ലക്ഷണങ്ങൾ? എന്ത് കണ്ടാലാണ് നമ്മൾ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടത്? ഒരു ന്യൂബോൺ ബേബി ഒട്ടും ആക്റ്റീവ് അല്ല, ഒട്ടും തന്നെ കരയുന്നില്ല, പാലൊട്ടും കുടിക്കുന്നില്ല, ഭയങ്കര സ്പീഡിൽ ശ്വാസം എടുത്തു വലിക്കുന്നു, ആഞ്ഞാഞ്ഞ് വലിച്ച് നെഞ്ചു കുഴിഞ്ഞു പോകുന്ന രീതിയിൽ ശ്വാസം എടുത്തു വലിക്കുന്നു. കുഞ്ഞിൻ്റെ ചുണ്ട്, ദേഹത്തിലെ കളറ് നീല നിറത്തിലാകുന്നു. യൂറിൻ ഒരു ദിവസത്തിൽ 2 അല്ലെങ്കിൽ 3 തവണയെങ്കിലും പോകുന്നില്ല. എത്ര നിർബന്ധിച്ച് പാല് കൊടുക്കാൻ ശ്രമിച്ചാലും കുഞ്ഞ് പാല് കുടിക്കുന്നില്ല. ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം, പനി ഉണ്ടാകുന്നു. കുഞ്ഞിൻ്റെ ടെമ്പറേച്ചർ തെർമോമീറ്ററിൽ നോക്കുമ്പോഴത്തേക്കും 99.5 to 100 മുകളിലേക്ക് പനി പോകുന്നു. നമ്മൾ കുഞ്ഞിനെ തുറന്നൊക്കെ വെച്ച് ടെമ്പറേച്ചർ വീണ്ടും നോക്കിയിട്ടും കുറയുന്നില്ല. കുഞ്ഞിന് ഫിറ്റ്സ് പോലെ, അതായത് കണ്ണ് മുകളിലോട്ട് പോയി കുഞ്ഞ് ഒട്ടും ആക്റ്റീവ് അല്ലാതെ കൈയും കാലും അടിച്ച് സീഷർ പോലെ കാണിക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലും ഒരു അപകട ലക്ഷണം കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വീടിനടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതാണ്. ചില കുഞ്ഞുങ്ങൾ പാല് തിരട്ടി കക്കി വായിലൂടെയും മൂക്കിലൂടെയും കയറി വന്ന് അത് വിക്കിപ്പോയി ആസ്പിറേഷൻ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്വാസം പെടയുന്നത് പോലെ കാണിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതാണ്.